നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനാ ദേവിക, പ്രിയയുടെ ഫ്രണ്ട്. ഞാൻ സിദ്ധാർത്ഥൻ, ലോയറാണ്. ഞാനും LLB പാസ്സായതാ. അപ്പോഴേക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി. ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങള് വന്നത് പ്രിയ പറഞ്ഞ് കുറച്ചൊക്കെ എനിക്കറിയാം. വിഷ്ണു അല്ലേ? അതെ, അവനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ വേണം. എന്തുപറ്റി? നിങ്ങളും അവന്റെ കെണിപ്പെട്ടോ? ഇതുവരെ വീണിട്ടില്ല, പക്ഷെ വീണേന്. ഞങ്ങള് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഫുൾ തരികടയാ, സൂക്ഷിക്കണം. അവൻ LLB പാസ്സായിട്ടില്ലേ? എവിടുന്ന്? മര്യാദയ്ക്ക് കോളേജിൽ പോലും പോയില്ലായിരുന്നു. ഏത് നേരം നോക്കിയാലും കാശിന് വേണ്ടി ഇങ്ങനെ ഓടുന്ന കാണാം. ഞാൻ കരുതിയത് അവൻ സെറ്റിലായി കാണുമെന്നാ. എവിടെന്ന്? അവസാനം കാണുമ്പോഴും കാശിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. കുടുംബം? അവരെക്കുറിച്ചൊന്നും അവൻ ആരോടും പറയാറില്ല. ഇടുക്കിയിലാണ് വീടെന്നറിയും, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈയിടെ വിഷ്ണു വക്കീലായിട്ട് കോടതിയിൽ ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരായി. ദൈവമേ, അവനോ? അതെങ്ങനെ പറ്റും? അവൻ LLB പാസ്സാവണ്ടേ? അതാണ് ഞങ്ങളുടെ സംശയം. ഞാൻ ബാർ കൗൺസിലിന്റെ സൈറ്റ് നോക്കി, അതിലിവന്റെ ഫോട്ടോ ഇല്ല. പക്ഷെ വേറൊരു വിഷ്ണു ഉണ്ട്. എങ്കിൽ ആ വിഷ്ണുവിന്റെ രേഖകൾ ഉപയോഗിച്ചായിരിക്കും ഇവൻ പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന വേറൊരു വിഷ്ണു ഉണ്ടായിരുന്നു. ഇനി അവന്റെ രേഖകളായിരിക്കോ ഇവ ഉപയോഗിക്കുന്നത്? ഗജ ഫ്രോഡാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പൂട്ടണമല്ലോ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂടെ നിന്നേക്കണം. ഉറപ്പായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും. ഇപ്പോ വക്കീൽ ഓഫീസ് തുറക്കാൻ പോവാ. എത്ര പേരായിരിക്കും അതിന്റെ പേരിൽ പറ്റിക്കപ്പെടാൻ പോകുന്നത്? അത് ശരിയല്ലല്ലോ. ഞങ്ങൾ അവനെ പൂട്ടും. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വന്ന വിവരം ആരോടും പറയണ്ട. ഏയ്, ഞാൻ പറയില്ല. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. താങ്ക്സ്. ശരത് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഞാനത് ചെയ്തു കൊടുക്കാൻ പോവാ. നിത്യയെ ഈ വീട്ടിൽ വെച്ച് ശരത്തിന് കൈപിടിച്ചു കൊടുക്കാൻ പോവാ. ആരോടും പറയണ്ടെന്ന ശരത്ത് പറഞ്ഞു. മനോഹരേട്ടനോട് പറയണമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. നിത്യ സമ്മതിക്കുമെന്നൊന്നും എനിക്കറിയില്ല. സമ്മതിപ്പിക്കണം, എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്തണം. ഇത്രയും കാലം എല്ലാവരുടെ സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തുനിന്നു. ഇനി അത് പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടാ വരുന്നത്. ദേവിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിത്യയ്ക്കോ നമുക്കോ ഒരിക്കലും ഒരു നന്മയും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാ ശരത്ത് പറഞ്ഞത് ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. നാളെ ഒരിക്കൽ ഇതിന്റെ പേരിൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമായിരിക്കും. എനിക്കത് പ്രശ്നമല്ല. നിത്യയുടെ ഭാവി അതുമാത്രമേ ഇപ്പം നോക്കുന്നുള്ളൂ. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ കല്യാണം നടക്കും. അപ്പോ ഇനി എന്താ പരിപാടി? അവൻ പറ്റിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാ. അതൊരു പണിഷബിൾ ഒഫൻസ്. തക്കതായ ശിക്ഷ കിട്ടേണ്ട കുറ്റം. ഉറപ്പായിട്ടും അത് വാങ്ങിക്കൊടുത്തിരിക്കും. അല്ല സിദ്ധു, ഇവൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പറഞ്ഞല്ലോ, മറ്റൊരു വിഷ്ണുവിന്റെ വിവരങ്ങളാണ് ഇവൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 വർഷം മുൻപ് ആലപ്പുഴയില് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു. അവസാനം പിടിച്ചപ്പോഴാ എല്ലാവർക്കും സത്യം മനസ്സിലായത്.
ചന്ദ്രയ്ക്കും ഈ വിവരം അറിയായിരിക്കും അല്ലേ? ഉറപ്പല്ലേ? അവൾക്ക് എല്ലാം അറിയാം. ചന്ദ്ര എന്നിട്ടും എന്തിനാ വിഷ്ണുവിനെ ഇങ്ങനെ പേടിക്കുന്നത്? അതിന് വേറെന്തെങ്കിലും ഒരു കാരണം കാണും. എന്തായാലും നമ്മൾ തേടി നടന്ന വിവരങ്ങളാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് വിഷ്ണുവിനെ പൂട്ടാൻ പറ്റും. ആൾമാറാട്ടമാണ് കേസ്. കൂടെ നിന്നവരും അകത്ത് പോകുന്ന കേസാ. ചിലപ്പോ കൂട്ടത്തിൽ ചന്ദ്രയ്ക്കും കിട്ടും പണി. ഈ ഒരു കാര്യം മാത്രം പോരെ ഡിവോഴ്സ് കിട്ടാൻ? ഏയ്, അതിനിത് മാത്രമൊന്നും പോരാ. വിഷ്ണു മാത്രമല്ല, ചന്ദ്രയും ഈ കേസിൽ പെടണം. അങ്ങനെ പെട്ട അതൊരു ഗ്രൗണ്ടാ. ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും. ഡിവോഴ്സ് വേഗം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ സിദ്ധുവിന്റെ അവസ്ഥ കാണുമ്പോൾ ഉള്ളിലൊരു വിഷമം. ഇങ്ങനൊരു തട്ടിപ്പ് നടത്താൻ ധൈര്യമുള്ളവര് ഏതറ്റം വരെയും പോവും. അതുകൊണ്ട് സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. എന്തായാലും യാത്ര ഗംഭീരമായി. അതുകൊണ്ട് ഗുണമുണ്ടായി. അതെ, ഇനി ബാക്കി സിദ്ധുവിന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓങ്ങി ഓങ്ങി ഇരിക്കുമായിരുന്നു ഞാൻ ഇതുപോലത്തെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി. ഇന്നു മുതൽ ചന്ദ്രയുടെ കഷ്ടകാലം തുടങ്ങി. ഇനി അവൾക്ക് രക്ഷയില്ല. നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.